നമ്മൾ ഇന്ന് എളുപ്പത്തിൽ പെട്ടെന്ന് ചോറിനൊരു തട്ടിക്കൂട്ട് കറി വെക്കല്ല നമ്മൾ ഉപ്പേരി വെക്കാണ്. കയ്പങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി എല്ലാം കൂട്ടി അങ്ങ് കുഴയ്ക്കുക. ഇനി നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കയ്പങ്ങ തട്ടി കൊടുക്കാം. എല്ലാവരെയും അത് പരത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് നമുക്ക് രക്ഷാപിച്ചിന് ടോയ്ലറ്റിൽ കൊണ്ടുപോയി വരുമ്പോഴത്തേന് ഇവരെന്താവും ഒരു നിരാശേക്ക് നമുക്ക് ഇവരെ കൂട്ടത്തിൽ 2 സ്നേഹിതന്മാരെയും കൂടി ഇടാണ്ട് നമുക്കിന്ന് ചോറും എന്നാണ് ഇതും രസമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മളെ സ്വർണ്ണിച്ച് കൊണ്ടുപോകും. ഇനി നമുക്ക് വരിയാണ് ഇതിലിടാണത്. അത് നമുക്ക് ഇതിലിട്ടിട്ട് കുഴക്കാം. ഒരു പച്ചമുളക്, ഒരു നുള്ളി ഉപ്പ് ഇതിലോട്ട് കൊടുക്കുക. അതിലും നമ്മൾ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ മുളകും പൊടി അല്ല, ഇതിൽ നമ്മൾ ഒരു മുളകും പൊടി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണേട്ടൻ എന്താണ് ഇതൊന്നും ഇല്ല, നമ്മൾ ചോറിന് കൂട്ടാളല്ലേ. ഇങ്ങനെ ഇവരൊക്കെ നമ്മൾ മറച്ചിട്ടെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് എല്ലാം അതിൽ കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് അടച്ച് മൂടി വെക്കാം. നമുക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണ വെക്കാം. ഇങ്ങനെ നമുക്ക് ഇത്തിരി കൂടി ഇതിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെച്ചോനായ അങ്ങനെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമ്മൾ രക്ഷാ ബേബിന് ടോയ്ലറ്റ് കൊണ്ടുപോയി വരുമ്പോഴത്തേന് അത് വേവും. കരിയോ അറിയില്ല. നമുക്ക് ടോയ്ലറ്റ് പോവാം. നടന്നിട്ട് കുപ്പാപ്പ പൊതിച്ചു തരാൻ വേണം. അയ്യോ, നമ്മളെ കുട്ടീൻ്റെ ടോയ്ലറ്റ് പോക്കാണ് ഇന്നത്തെ വീഡിയോ. നടക്കുന്നു മറ്റേ അടിച്ച് പഞ്ചറാക്കും. അങ്ങോട്ട് അവൻ്റെ അടുത്തേക്ക് പോകണ്ട, ഇറങ്ങിപ്പോ. അവനിങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റില്ല. നമ്മളെ എക്കോറിയത്തിലെ വെള്ളം നിറഞ്ഞ് ഒഴുകി ഗൈസ്. നമ്മളെ മീൻകുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണുണ്ടോ? അത് നിറഞ്ഞ് നിൽക്കുക വെള്ളം. മീൻകുട്ടികളൊക്കെ നല്ല വിവരമുള്ള മീൻകുട്ടികൾ അടി പോയിക്കണ്ട്. നടന്നൂടാ, ഓടി നടക്കും. കണ്ണോടൊക്കെ മൂത്രം ഒഴിച്ചിട്ടാണ് അവൻ്റെ പോക്ക്. നടന്നു. ഇത് നമ്മൾ ഇച്ചിരി ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടോ. നമ്മളവിടെയൊക്കെ ഒരു മഴയ്ക്ക് ഇച്ചിരി വെള്ളക്കളഞ്ഞു. ഈ ചളിയിലേക്ക് പോലെ ചക്ക, എനിക്ക് പാടി വിധിയാണ് എന്നെ കഴിക്കാൻ. അല്ലെങ്കിൽ കേക്കി കൊടുക്കും, എന്നാലും ചളി ഒരുപാടാക്കും. ബായാ തോരണം പാടല്ല മൂത്രം ഒഴിക്കാൻ. ഇങ്ങോട്ട് വാ ചക്ക. എവിടെ ഒരു വൃത്തി ഇല്ലാത്ത സ്ഥലം, അവിടേക്ക് എൻ്റെ മോൻ പോകുള്ളൂ. നടന്നത് ഇടവഴിയൊക്കെ തോതിലായി. നമ്മൾ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടുള്ളൂ ഗൈസ്. നമ്മളിടയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ. ഞാനങ്ങോട്ട് ഇതൊന്നും വൃത്തിയില്ല ഡെക്സാ. അതെങ്ങനെ കയറിയപ്പിട്ടോ. നോക്ക്, ഇനി സ്ഥലം തിരഞ്ഞെടുക്കല്ലേ. വൃത്തിയില്ല, മഴ പെയ്തിട്ട്. കിട്ടിയ സ്ഥലത്ത് എങ്കിലോ സിന്താവ് വിളിച്ചോ. നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടോ. രക്ഷയ്ക്ക് അവിടെ ഒന്നും സ്ഥലം പോരാ. വേഗം നോക്കുണ്ണി. ശരിയ കാട്ടിലേക്കും പൊന്തയിലേക്കൊക്കെ പോണത്. കുട്ടി നല്ല ഉണങ്ങിയ സ്ഥലം നോക്കും. ഉണങ്ങിയ സ്ഥലം വേണ്ട, മഴ ചെയ്തിട്ട് ഉണങ്ങിയ സ്ഥലമേ ഇല്ല. ഇന്ന് മഴ പെയ്ത കാരണം രാവിലെ ചായയും കാച്ചി പാച്ചിക്കറി ഉണ്ടാക്കി അങ്ങനെ നമ്മളങ്ങോട്ട് അത് കഴിച്ച് കിടന്നുറങ്ങി. ഞാൻ ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടേക്ക് ചപ്പാത്തി വേണ്ട. ഉറക്കച്ചടവാണ്. എന്നിട്ട് ഉറങ്ങി. ചോറ് വെച്ചിട്ടാണ് ഉറങ്ങി കേട്ടോ. ഇപ്പം നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കും, പപ്പടം പൊരിക്കും, രസം നമ്മളെ ചേച്ചി കൊണ്ടു തന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത്തിരി മോരും ഉണ്ണിയായിട്ടുണ്ടാക്കും. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി. കണ്ടെത്തുന്നപ്പോൾ പറയണത് ഉച്ചയൂണ് റെഡീൻ്റെ കാര്യം. ഇപ്പം ഞാനൊരു ഫലവൃക്ഷം കാണിച്ചു തരാം. ഓരോ തൊടിയിലുണ്ടായൊരു എന്താണ് കർമൂസ.
നിങ്ങളൊക്കെ എന്തൊക്കെയാണ് പറയുക? കപ്പക്കയോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറയുക. ഓരോ നാട്ടിലും ഓരോ. ഞങ്ങൾ തിരിച്ച് പോവാണ്. അവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അവനൊരു ഇച്ചിരി കൂടി ഉണ്ടാവും. അപ്പോൾ ഈ മതിലുമ്മ കയറിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അവനെ കൊണ്ടുപോയാൽ മറ്റേ ആൾ നല്ല കച്ചറ മയാണ്. അവൻ്റെതൊക്കെ രാവിലെ കഴിഞ്ഞത്. അവൻ രാവിലെ അവൻ്റെതൊക്കെ കഴിക്കും. രാവിലെ അവനെ കൊണ്ടുപോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓൻ ചെയ്യും. ഓന് ഒച്ച വൃത്തിയില്ലാത്ത ചളി കൂടെ ഇന്ന് നടന്നിച്ചൊക്കെ ഞാൻ പുറത്തു കൂടെ പിടിക്കുമ്പോൾ. തൈര് റെഡിയാക്കാം. തൈര് മോരാക്കാം. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ശേഷം വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ മോര് റെഡി. കുറച്ച് കലക്കിയിട്ടുള്ളൂ, തന്നെ ബാക്കിയാവും. ഇവിടെ മോരിനൊന്നും അത്ര പ്രധാനമല്ല. ഉണ്ണേട്ട അതിൽ പുട്ടൊക്കെ തന്നെ. അങ്ങനെ നമുക്ക് നമ്മളെ പപ്പടം കാച്ചാം കേട്ടോ. നമ്മൾ ഇവരുണ്ടായി നോക്കാം. ഇവരെല്ലാം നല്ല ഭംഗിയിൽ സുന്ദരി നീയും ചേർന്നിരുന്ന തിരുവോണം. കൈ വെച്ച് അയ്യോ എനിക്കറിയില്ല പാട്ട്. അപ്പം നമ്മൾ ഇത് കൂട്ടി ചോറ് തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിക്കിട്ട്. ഇനിയുണ്ടോ ചോദിക്കും. അപ്പം നമുക്ക് ചോറ് വിളമ്പിയാലോ? ഉണ്ണേട്ടനൊക്കെ ചോറ് വിളമ്പിച്ചിട്ടോ. ഇനി എൻ്റെ കുട്ടികളെൻ്റെയും ചോറാണ്. ഇന്ന് നമുക്ക് നല്ല വിഭവങ്ങളാണ്. അപ്പം നമുക്ക് ഇച്ചിരി ചോറങ്ങോട്ട് 3 കോരി അങ്ങ് കഴിക്കാം. ആഹാ, നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. നമ്മൾ കൈപ്പങ്ങ, വെണ്ടക്ക, എന്തായാലും പിന്നെ പറഞ്ഞുകൂടി എൻ്റെ കൂട്ടത്തിൽ പറയാം. വഴുതിന, ഇതെല്ലാം കൂടി ഇട്ട നമ്മളെ ഫ്രൈ. ഇനി ഇതിൽ രസം പുളിങ്കറിയും പിന്നെ ഇച്ചിരി രസവും പിന്നെ എന്താണല്ലോ നമുക്ക് മോരെല്ലാം കൂടി ഒഴിച്ച് രക്ഷയ്ക്ക് ചെയ്യുമെന്ന് കുഴച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചോറ് വെക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ചോറ് കഴിക്കാൻ പോവാണ്. നമുക്ക് ലൈറ്റൊന്ന് കെടുത്തിയാലോ? ലൈറ്റ് കെടുത്തി ഞാൻ ഉണ്ണിയേട്ടനുള്ള ചോറൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ചോറ് അവർ അയ്യോ അപ്പടം അമ്മ ഇതാ അപ്പടത്തോളൂ എല്ലാ വിഭവങ്ങളോടും കൂടി അമ്മായിൻ്റെ ചൊറിച്ച. ഇനി നമുക്ക് അച്ചാർ, നമ്മളെ കാരക്കൻ്റെ അച്ചാർ കേട്ടോ. കാരക്കച്ചാർ എത്രയായി? ഇതാ നന്നല്ല, കുറച്ചായില്ലേ. ഇനി തൈര് തോന്നുന്നുണ്ട്, തൈരാണ്ട് നിൽക്കിച്ചാൽ അമ്മയ്ക്ക് തൈര് തോന്നി. അപ്പോൾ നമ്മളെ തൈരിലെ പച്ചമുളക് നമ്മളിവിടെ മാറ്റിയെടുക്കുകയാണ്. നമുക്ക് തിരുമതി. ഈ തൈരൊന്നും ഇഷ്ടമല്ല. നമ്മളെ സ്വർണ്ണേച്ചി കൊണ്ടു തന്ന രസം. ഇതിലെന്താ സ്വർണ്ണേച്ചിയോ വറവൊന്നും കാണില്ലല്ലോ. ഓളിൻ്റെ ഒരു വെളിച്ചെണ്ണയിൽ അമ്മാനാടൂടെ. അപ്പോൾ രസമൊക്കെ നമ്മൾ ലാസ്റ്റ് എടുക്കുള്ളൂ. നമ്മളെ പപ്പടം അങ്ങോട്ട് എടുത്ത് വയ്ക്കും. പോരുമാ. ഹലോ, അപ്പോൾ നമ്മളിതാ ചോറിന്ന് കറിയില്ലാത്ത അച്ചാറും നമ്മളെ കൈപ്പങ്ങയൊക്കെ ഇങ്ങനെ പൊരിച്ചത് പൊരിച്ച പോലെയല്ല നിൽക്കുന്നത്. നമ്മളെ കൊണ്ടാട്ടം, നമ്മളെ മോരിലിട്ട പച്ചമുളക് ഉണ്ണിയേട്ടൻ്റെ കണ്ണിൽപ്പെട്ട് ഞാൻ ചതിച്ചെന്ന് ഉണ്ണിയേട്ടൻ പറയുന്നത്. ചതിച്ചു കൊല്ലോ എന്നോട് വെറുതെ. ഇതൊക്കെയാണ് മനുഷ്യൻ പറയാം. അപ്പോൾ നമ്മളിതാ ചോറൊക്കെ എടുത്ത് കുഴച്ച് നമ്മളൊന്ന് ഉറങ്ങി. ഞാനും അമ്മയൊക്കെ നല്ല മഴയില്ലായിരുന്നു. നമ്മൾ സൂപ്പറായിട്ട് ഉറങ്ങി. അപ്പോൾ നമ്മളിന്ന് കറി വെക്കണ്ട. കറി വെച്ചെന്നും മറക്ക ചെയ്യാം. അപ്പോൾ എല്ലാവരും കഴിച്ചോ? സമയം 2:15 അപ്പോൾ സൂപ്പറായിട്ട് കേട്ടോ. നമ്മൾ ഉണ്ണിയേട്ടന് ഉപ്പേരി കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കും. രസമുണ്ടല്ലോ നമ്മളെ രസം. ഞാൻ വെള്ളത്തിൽ കൊല്ലം മുളകിടാൻ പോയത്. അപ്പോൾ തൊന്നിട്ട് രസം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വേഗം ഉപ്പേരിയിലാക്കിയാണ്. അങ്ങനെ മറിമായം കഴിച്ചു. പിന്നെ ആ വെണ്ടയ്ക്ക് തളിച്ചാറ് കിടക്കും. ഉണ്ണിയേട്ടന് മുളകിട്ട കറിയും ഇഷ്ടമല്ല.
നമ്മളെ കാരക്കൻ്റെ അച്ചാർ. എൻ്റെ കുട്ടികളൊക്കെ ചോറ് കഴിച്ച് വർക്കിനൊക്കെ കയറി ഉണ്ടാവും എന്നറിയാം. സമയം 2:15. നല്ല വൃത്തിക്ക് ഈ അന്തരീക്ഷ കാലാവസ്ഥയിൽ പുറപ്പെട്ട് പിടി കിടക്കാൻ എന്തൊരു സുഖമല്ലേ. അപ്പോൾ അവൻ്റെ കുട്ടികൾക്ക് കൊതിയാവുണ്ടാവും വർക്കിന് പോകാനായിട്ട്. നമ്മളെ കഥയൊക്കെ ഇട്ടുണ്ടോന്ന് പോയി കണ്ടുകൊണ്ട് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടില്ലേ? ചോറ് തിന്നതിന് വീഡിയോ വേണോ അല്ലെങ്കിൽ നിർത്തണോ? അങ്ങനെ നിർത്തി പോകുമ്പോൾ ഞാനിപ്പോൾ നിർത്തി പോകും. എനിക്കില്ലേ അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഉണ്ടാക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത്ര ഉള്ളോട്ടോന്ന് പറഞ്ഞു പോകും. ഒക്കെ ഉണ്ടാക്കി വിളമ്പിക്കിട്ട് ഇത്ര ഉള്ളോട്ടോ പറഞ്ഞു പോകും. അപ്പോൾ എനിക്ക് എന്താ അവർ തിന്നുന്നത് കേട്ടാത്ത. അപ്പോൾ നമുക്ക് തിന്നുന്നത് കാണുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ തിന്നുന്നത് ഇടുന്നത്. നിങ്ങളെപ്പോലെ ഇഷ്ടമുള്ളവർ നന്നര പച്ചമുളക് കേട്ടോ. തിന്നുന്ന ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തു. നമ്മൾ ഇത്തിരി മോരൊക്കെ കൂട്ടിയിട്ടോ. ഇത്ര നേരം അത് മാത്രം കൂട്ടി പപ്പടം കൂട്ടിയിട്ട് നല്ല രസമാണ്. ഇന്ന് ലേശം ചോറ് ഓവറാക്കാം. ഇട്ട് രാവിലെ ഒരു ദോശയും ചുട്ട് തിന്നു. നമ്മൾ ലാസ്റ്റ് പിടി വലിയ പിടി. അച്ചാറൊക്കെ വേണ്ട. നമ്മൾ രസം ചോറിനൊന്നും ഞാൻ പറ്റില്ല. ഈ രസം അത്ര ഇഷ്ടമല്ല. ഇതിൽ കുറ്റാലോ. എനിക്ക് ചോറ് ചങ്ക അതാ ഞാൻ കണ്ടുണ്ട്. ടാറ്റാ, ലവ് യു. ഇത്രയുള്ളൂ കേട്ടാ. ചക്കരമ്മ, പഞ്ചാരമ്മ, ശർക്കരമ്മ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞു. അപ്പം ടാറ്റാ. എൻ്റെ കുട്ടികളൊക്കെ ചോറുന്നുണ്ടാവില്ലേ? നമ്മൾ ചോറുന്ന വീഡിയോ ഒക്കെ ഇട്ടുണ്ട്. എന്താ അറിയില്ല, മോൻ ഉണ്ടാകുമ്പോൾ മുമ്പ് ചോറുന്നുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ സന്തോഷമാട്ടോ. ഓൻ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അപ്പം നമുക്കൊരു ഹാപ്പിയാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുമ്പോൾ ഒരു സുഖകരമല്ല. എന്തായാലും എൻ്റെ കുട്ടികളെ ഞാൻ മനസ്സ് കണ്ടുകൊണ്ട് ഓരോ വീഡിയോ എടുക്കുന്നത്. ടാറ്റാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹലോ ഗൈസ്, നമ്മളെ നന്ദമോള് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലിടാൻ വേണ്ടി ഡാൻസിന് വേണ്ട വീഡിയോയ്ക്ക് വേണ്ട ഡാൻസ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ചാനലൊന്ന് പോയി കാണണം. അടിപൊളിയാണ്. നമ്മളെ നന്ദിയും പാറുവാവിയാണ്. പാറു, എൻ്റെ ഒറിജിനൽ പേരെന്താടി ഒന്ന് പറയടി.